ഹായ് ഡിയേഴ്സ്, നിങ്ങളൊന്ന് മണ്ടയിലോട്ട് നോക്കിക്കേ. ഒത്തിരി ചാമ്പങ്ങ ഉണ്ടല്ലേ. നമുക്കതൊന്ന് വൈകിട്ട് പറിച്ചാലോ? താഴോട്ട് നോക്കിയാലും ഇഷ്ടം പോലെ പൊഴിഞ്ഞ് കിടക്കുക കേട്ടോ. അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ഇതിപ്പോൾ പറിക്കാൻ വന്നേ, അല്ലെങ്കിൽ മൊത്തം പൊഴിഞ്ഞു പോകത്തേ ഉള്ളൂ. നമുക്കത് കുറച്ച് പറിച്ച് വൈനൊക്കെ ഉണ്ടാക്കാം. ഇതേ ഞാനിവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും കൊണ്ട് കയറാം. ഇങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ താഴേന്ന് പറിച്ചു പോവുക. അങ്ങനെ നമ്മളിപ്പോൾ മണ്ടയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴേന്ന് ഓരോന്ന് പറിച്ച് പറിച്ച് നമുക്കിതൊന്ന് കഴുകി വരാവേ. ഇപ്പം നമ്മൾ കഴുകി വരും, പക്ഷെ അപ്പടി ഉറുമ്പാട്ടോ, ഇക്കിളി ഉറുമ്പാണേ. നമുക്കിത് 1-2 തവണ കൂടെ വെള്ളത്തിട്ട് കഴുകി വരാവേ. കഴുകി വാരിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാലാൻ കുറച്ച് നേരം വെക്കാവേ. അങ്ങനെ നമ്മൾ വാലാൻ വെച്ചു. ഇനി നമുക്കത് വൃത്തിയാക്കി എടുക്കാവേ. വൃത്തിയാക്കി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഇതുപോലുള്ള തണ്ട് കാണും, അതിങ്ങനെ ഒടിച്ച് കളയണം. പിന്നെ ഇതുപോലെ പൊട്ടിക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഉറുമ്പുണ്ടെങ്കിൽ അത് മാറ്റണം. കറുത്ത അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കളയണം. അതുപോലെ ഇതേ കുരുവ് ഇതുപോലെ എടുത്ത് കളയണം. എന്നിട്ട് അത് നമ്മൾ ഇതുപോലെ മാറ്റി വെക്കും. അപ്പോൾ അതേ നമുക്ക് ഒരു മുറം നിറച്ച് ചാമ്പങ്ങ വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടി അമ്മച്ചിയുടെയിലാണ്. നമുക്കിത് അമ്മച്ചി ഏൽപ്പിക്കാം. വെള്ളം എടുക്കാം. വൃത്തിയുള്ള പറഞ്ഞ് കൈ തുടച്ച് നമുക്ക് എടുക്കാം. അതിലേക്ക് ഇവിടെ പേസ്റ്റ് ഇടാം. ഏലക്കാഞ്ചാറ്, ഗ്രാമ്പൂ, പട്ടയഞ്ചാറ് ഇവിടെ വെള്ളയുടെ ഒഴിക്കാം. കുറച്ച് പഞ്ചസാരയിലിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇത് കുറേശ്ശെ നമുക്ക് ഇതിനകത്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്ക് പഞ്ചസാരയിൽ ഇടണം. പിന്നെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. ചാമ്പങ്ങ ഉടച്ചിടാം. ഈ പന്നിക്കകത്തുള്ളതായിട്ടുണ്ട്. ഇപ്പം ഞുറുക്ക് ഗോതമ്പേ ഉള്ളൂ. ഗോതമ്പാണെങ്കിലും മതി. ഇത് ഇച്ചിരി ഇടണം, നല്ല വീര്യം കിട്ടത്തുള്ളൂ. നമുക്ക് ഇട്ട ശേഷം ഒരു നല്ല വെള്ളത്തുണിയുണ്ട് മൂടുക. മൂടിക്കഴിഞ്ഞിട്ട് അങ്ങനെ മുറുക്കി നമുക്ക് കാറ്റ് കയറാതെ കെട്ടാം. കെട്ടി വെച്ച് മൂന്നാം പക്കം ഇളക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ ഗ്രാമ്പൂ എല്ലാം എൻ്റെ അടിയിൽ കിടപ്പുണ്ടല്ലോ. ഗ്രാമ്പൂവും ജാതിക്കായും ഏലക്കായും മുട്ടയുടെ വെള്ളം ഈസ്റ്റും എല്ലാം അടിയിൽ കിടപ്പുണ്ട്. അത് നമുക്ക് മൂന്നാം പക്കം ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ മധുരം വേണോ വേണ്ടയോ എന്ന് ആവശ്യത്തിന് നോക്കി വെച്ച് പിന്നെയും മധുരം ഇട്ട്
എടുക്കുക. 21-ാം പക്കം ഇത് നമുക്ക് ശരിയായ ഇതുകൊണ്ട് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ ചാമ്പമരം ഉള്ളവരെല്ലാവരും ചാമ്പങ്ങയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.